നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ എപ്പോഴും ജീവൻ ഇരിക്കുന്നത് ഉള്ളിലാണെന്നാണ് പറയുന്നത്. ഇൻറ്റീരിയർ പറയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ളതാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ലൂസ് ഫർണിച്ചറിനെ പലപ്പോഴായിട്ട് കാണിച്ച വീഡിയോ ഒന്ന് ഐഫയുടേതാണ്. എനിക്കൊന്നൊരു 16 മറ്റ് കാണിച്ചിട്ടുണ്ട്. ഐഫ എന്നിപ്പോൾ ഇൻറ്റീരിയറോട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. പക്ഷേ ഇപ്പോൾ ഒരു ബൾക്കായിട്ട് കേരളത്തിലെല്ലായിടത്തും ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, കസ്റ്റമൈസ് ആയിട്ട്. അവരുടെ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലേഔട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് അതിന് ഡിസൈൻ ചെയ്യുക മാത്രമല്ല, ഫർണിച്ചർ ഉൾപ്പെടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ബോർഡ് വർക്കുകളിലൂടെ അവർ എത്തുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാണാൻ പോകുന്നത് നമ്മുടെ ഐഫയുടെ വിശേഷങ്ങളാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്ന പ്രസാദാണ്. പ്രസാദ്, നമസ്കാരം. നമസ്കാരമുണ്ട്. എനിക്ക് തോന്നുന്നു ഐഫയുടെ ഫർണിച്ചർ വീഡിയോ ആയി. ഞാൻ അത് ഇൻട്രോയിൽ പറയായിരുന്നു. 16 പൂർത്തിയായി കഴിഞ്ഞു വിജയകരമായിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വൈസറായി പറഞ്ഞു നമ്മുടെ ഇന്റീരിയറിന്റെ കൂടെ നിങ്ങൾ ചെയ്യണം. ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു, പക്ഷെ അന്ന് എനിക്കും അദ്ദേഹത്തിന് സമയത്തിന് പ്രശ്നം വന്നു. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാണ്. നമ്മുടെ ഇവിടെ ഇത് നമ്മൾ നിൽക്കുന്ന എവിടെയാ കറക്റ്റ്? ഇത് നമ്മുടെ MC റോഡിൽ ഒക്കൽ, അങ്കമാലി ഒക്കലിലാണ്, കാലടി ഒക്കലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഐഫയുടെ ഒക്കൽ ഷോറൂം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് നമ്മളൊരു ഡിസ്പ്ലേ സെന്റർ ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ വരാൻ പോവാണ്. 2000 സ്ക്വയർ ഫീറ്റ് താഴെ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കൃത്യം 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു സ്റ്റുഡിയോ പോലെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ്. കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് ഇവിടെ വരുന്നത്. അതിനെനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കിച്ചൺ, അതുപോലെ ലിവിംഗ് ഏരിയ, ബെഡ്റൂം, ഡൈനിങ്, ബെഡ്റൂം, സോഫ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് ഫാക്ടറി ഉള്ളത്. അതെ, ഫാക്ടറി ഇത് മാത്രമല്ലല്ലോ, അല്ല, നമുക്ക് 6 ഫാക്ടറി ടോട്ടലി കേരളത്തിലുണ്ട്. ഇന്റീരിയറിന്റെ മെയിൻ ഒരു ഹബ് എന്നുള്ള രീതിയിൽ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സോഫ മാനുഫാക്ചറിംഗ് ഉണ്ട്, ബോർഡിന്റെയും അതുപോലെ പ്ലൈവുഡ്, മറ്റുള്ള ഇന്റീരിയറിന്റെ കംപ്ലീറ്റ് ഇവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് മെയിൻലി നടക്കുന്നത്. ബാക്കിൽ നമ്മൾ കാണുന്നത് ഡിസൈനിങ് ടീം ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ഇവിടെയാണ്. ഇന്റീരിയർ ഹെഡ്, കേരളത്തിന്റെ ഇന്റീരിയർ ഹെഡ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഡിസൈനിങ് കംപ്ലീറ്റും പോകുന്നത്. പക്ഷേ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും നമ്മൾ ഇന്റീരിയർ എടുക്കാറുണ്ട്. എല്ലാ ബ്രാഞ്ചിലും എടുക്കും. പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രമാണ് ഈ 4 സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന മറൈൻ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതെ, പാർട്ടിക്കിൾ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടാകുന്നു. HDHMR, HDF പോലെ, അതായത് ബോർഡുകൾ PVC എല്ലാം നമ്മൾ നോർമലി ഡിസൈനിങ് കഴിഞ്ഞാൽ കയറുന്ന എല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ട് തന്നെയല്ലേ? അതെ, മുഴുവൻ മെഷീനല്ലേ പോണത്? കംപ്ലീറ്റ് നമ്മൾ അഡ്വാൻസ് മെഷീനറീസിലാണ് ചെയ്യുന്നത്. നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ടുള്ള മാനുവൽ വർക്ക് ഇല്ല. കംപ്ലീറ്റ് ഇവിടെ ഫാക്ടറി മെയ്ഡ് ചെയ്തിട്ട് തന്നെയാണ് പോണത്. പാനലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സൈറ്റിൽ ചെയ്യുക. ബാക്കി ഓൾമോസ്റ്റ് 80% വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് മെഷീൻ മാനുഫാക്ചറിംഗിൽ മാത്രമാണ് പോണത്. ഒരിക്കലും സൈറ്റിലിട്ട് നമ്മൾ പശയിട്ട് ഒട്ടിക്കുന്ന പരിപാടി, മാനുവൽ ആയിട്ടുള്ള പണികൾ പരമാവധി ഒന്നും ചെയ്യില്ല. ഫുള്ളി ഫാക്ടറി മെയ്ഡാണ്. അതായത് ഫസ്റ്റ് നമുക്ക് ഹൈഡ്രോളിക് കോൾഡ് പ്രസ് വുഡ്ടെക്കിന്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വുഡ്ടെക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹൈഡ്രോളിക് കോൾഡ് പ്രസ് തുടങ്ങി, ദെൻ അതിനുശേഷം വരുന്ന നമ്മുടെ കട്ടിങ്, വെഡ്ജ് വാൻഡിങ്, മൾട്ടി ബോറിംഗ്, ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈറ്റിലോട്ട് പോവുക. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ ഫാക്ടറിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ തന്നെ സോഫ മാനുഫാക്ചറിങ് ഇവിടെ തന്നെയാണ്. സോഫയും ഓൺ മാനുഫാക്ചറിങ് തന്നെയാണ് സോഫ കമ്പനി. നമ്മുടെ എല്ലാ ബ്രാഞ്ചിലേക്കും ഓൾറെഡി 16 മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിൽ അല്ലാതെ വരുന്ന സോഫ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്കാണെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് അവരുടെ ആവശ്യപ്രകാരം കളർ സെലക്ഷൻ ചെയ്യാം. അതിനകത്ത് സ്പ്രിങ്, മറ്റുള്ള ആക്സസറീസ് എല്ലാം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതായത് 100% കസ്റ്റമൈസേഷൻ സ്കോപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതെ. അതിപ്പോ നിങ്ങളുടെ വീടിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് കസ്റ്റമൈസേഷൻ, അതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. അതെ, എല്ലാം വരും. സൈറ്റ് മെഷർമെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് എടുത്തു, അതിനകത്ത് തന്നെ നമ്മൾ തന്നെ ചെയ്യാം. അതെ. ഇനി ഒരു ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്, എന്നാലും നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പലരും ചോദിക്കുന്നതാണ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് കണക്കാക്കി കൊടുക്കാൻ പറ്റില്ല. ചേട്ടാ, അതിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം. കാരണം വെച്ചാൽ 2 രീതിയുണ്ട്. ഒന്ന്, ഒരു ആർക്കിടെക്ട് നമുക്കൊരു
വീടിന്റെ പ്ലാൻ തരും. ഇതിൽ ഫർണിച്ചർ ലേഔട്ട് ഉണ്ടാവില്ല. അപ്പം ഇതിൽ എവിടെയൊക്കെ ലേയിങ് ചെയ്യണമെന്ന് ഒരു ഇന്റീരിയർ കൺസൾട്ടൻസിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ദെൻ അതിലൊരു ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ബെഡ്റൂം എടുത്തു, അതിൽ എവിടെ ഡ്രസ്സിംഗ് കൊണ്ടുവരാം, എവിടെ കോട്ട് കൊണ്ടുവരാം, എവിടെ വാർഡ്രോബ് കൊണ്ടുവരാം, ഇതിന് ലോഫ്റ്റ് വേണോ വേണ്ടയോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ കിച്ചണിൽ വന്നു, കിച്ചണിൽ എന്തൊക്കെ ആക്സസറീസ് വേണം വേണ്ട, കിച്ചൺ യു ടൈപ്പ് വേണോ, എൽ ടൈപ്പ് വേണോ, സ്ട്രൈറ്റ് വേണോ, വർക്ക് ഏരിയയിൽ ലോഫ്റ്റ് വേണോ, കിച്ചണിൽ ലോഫ്റ്റ് വേണോ, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഈ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ ഞാനൊരു പ്രൈസ് തന്നാൽ അത് എൻ്റെ ഇഷ്ടത്തിനായി, ഇല്ലെങ്കിൽ ഐഫിൻ്റെ ഇഷ്ടത്തിനായി. അങ്ങനെയല്ല, നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ലീഡ് വന്നാൽ ഞങ്ങൾ ആദ്യം കസ്റ്റമറെ കോൾ ചെയ്ത ശേഷം കസ്റ്റമർ നീഡ് മനസ്സിലാക്കും. എന്നിട്ട് പരമാവധി ഇവരെ ഞങ്ങൾ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യും. 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അവർ 3Dയും 2Dയോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ ചെയ്യാതെ ഒരു എസ്റ്റിമേഷൻ എടുക്കുന്നത് പ്രോപ്പർ അല്ല. കാരണം എസ്റ്റിമേഷൻ ആണ് അല്ലാത്തത്. അതെ, എല്ലായ്പ്പോഴും പേര് പോലെ തന്നെ എസ്റ്റിമേറ്റ് ആണ് വരുന്നത്. പക്ഷെ അതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല ഡ്രോയിങ് ചെയ്യാതെ. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു വാർഡ്രോബ് വേണമെന്നേ പറയുന്നുള്ളൂ. വാർഡ്രോബിൽ നമുക്ക് ഏറ്റവും ബേസിക്കലി മാറ്റ് ഫിനിഷ് ചെയ്യാം, ഗ്ലോസി ചെയ്യാം, അക്രലിക് ചെയ്യാം, PU ചെയ്യാം, ഇനി സ്വിംഗ് ഡോർ ചെയ്യാം, സ്ലൈഡിങ് ചെയ്യാം, പോക്കറ്റ് ഡോർ ചെയ്യാം. ഇത്രയും ഫെസിലിറ്റീസും ഓപ്ഷൻസും വേണമോ വേണ്ടോ എന്നൊക്കെ എല്ലാം തീരുമാനിക്കാം. ഇതൊന്നും ഡിഫൈൻ ചെയ്യാതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ജെന്യൂൻ മെത്തേഡ് അല്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇത് നമ്മൾ ഐഫിയിൽ പ്രൊജക്റ്റ് ചെയ്യണോ ചെയ്യില്ലയോ എന്നുള്ളത് സെക്കൻഡാണ്. ബട്ട് ഒരു ഡ്രോയിങ് ചെയ്യാതെ ഒരു കസ്റ്റമറും ഒരു മുന്നോട്ടൊരു വീട് വെക്കുന്ന പരിപാടിയിലോട്ട് പോകരുതെന്നേ പറയാം. കാരണം നമ്മളൊരു വീട് ഡ്രോയിങ് ചെയ്യാൻ തന്നെ 1-1.5 ലക്ഷം 2 ലക്ഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇന്റീരിയർ ആണ് ഏറ്റവും ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനം. വീട് വെച്ച ശേഷം ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം ഇന്റീരിയർ ആണ്. തീർച്ചയായും. അപ്പൊ അതിന് നമ്മളൊരു 30,000 50,000 ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു നഷ്ടവും കസ്റ്റമർ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ദെൻ അതുപോലെ തന്നെ കസ്റ്റമർ ചില സിറ്റുവേഷനിൽ വന്ന് സ്ട്രക്ക് ആവും. എവിടെയെന്ന് വെച്ച് പറഞ്ഞാൽ ബിൽഡിംഗ് സ്ട്രക്ചർ കഴിഞ്ഞു ടൈല് മുതൽ കൊണ്ട് സ്ട്രക്ക് ആവും. കാരണം ഏത് കളർ ടൈല് വേണം, ജിപ്സം സീലിംഗ് എങ്ങനെ ഉണ്ടാവണം, കർട്ടൻ എങ്ങനെ ഉണ്ടാവണം, ഫർണിച്ചർ എവിടെ ലേയിങ് ചെയ്യണം, ഏത് കളർ ചൂസ്, അവിടെ വന്ന് സ്ട്രക്ക് ആവും. ഈ സ്ട്രക്ക് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗുണം കസ്റ്റമറിന് എപ്പോഴും കിട്ടുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ വരച്ച് വെച്ച ഡ്രോയിങ്ങിൽ ഒരു ആർക്കിടെക്റ്റ് വിത്ത് ലേഔട്ട് അടക്കം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അതും എസ്റ്റിമേറ്റ് ആണ്. കൊട്ടേഷനും എസ്റ്റിമേഷനും രണ്ടാണ്. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു കമ്പനി തരുന്ന സാധനം കൊട്ടേഷൻ. അതാണ് കൊട്ടേഷൻ. മറ്റത് ഒരു ഇതിങ്ങനെയൊക്കെയാണ്, ഇതിൽ ഉണ്ടാവാം ഇല്ലാതാവാം, അത് എസ്റ്റിമേഷൻ. രണ്ടാണെന്ന് പലപ്പോഴും പലരും അത് മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫാക്ടറിയിലാണ് നിൽക്കുന്നത്. ഐ മീൻ ഡിസൈനിങ് ടീമാണ്. പറഞ്ഞല്ലോ, നമ്മളൊരു 3D ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മളൊരു 3D വാക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും? ആക്ച്വലി നമുക്കതിൽ ഫ്ലോറിംഗ് മുതൽ കൊണ്ട് ഫ്ലോറിംഗ് ഉണ്ടാവും, ഫാൾ സീലിംഗ് ഉണ്ടാവും, കർട്ടൻ ഉണ്ടാവും, കോട്ടിയാടിൽ പ്ലാന്റ്സ് എങ്ങനെ നമുക്ക് ലൈൻ ചെയ്യാം, ഡൈനിങ്ങിൽ എങ്ങനെ ഉണ്ടാവും. അതായത് ഒരു വീട്ടിൽ വേണ്ട എക്സ്റ്റീരിയർ ഉണ്ടാവത്തില്ല, ബാത്റൂമും ഉണ്ടാവത്തില്ല. ഇതൊഴികെയുള്ള ഡെക്കോർ ഐറ്റംസിൽ വരുന്ന എല്ലാ ഐറ്റംസും, ഈവൻ ഒരു വാൾ ഫ്രെയിം, ഏത് വാൾ ഫ്രെയിം വെക്കാം എന്നുള്ള കൺസെപ്റ്റ് വരെ നമ്മൾ 3Dയിൽ കൊടുക്കും. ഈവൻ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് ഏത് കളറിന് ആപ്റ്റ് ആവുന്നുള്ള ആ ഒരു ഡിസൈൻ വരെ നമ്മുടെ 3Dയിൽ ഉൾപ്പെടുത്തും. ദെൻ ഫ്ലോർ ടൈല് നമ്മളൊരു 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നുകിൽ ഒരു കസ്റ്റമർ പറയാം എനിക്ക് ഇന്ന ടൈല് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈല് വെച്ചിട്ട് 3D ആദ്യമേ ജനറേറ്റ് ചെയ്യും. അതല്ല, കസ്റ്റമർ പറയണം നിങ്ങളുടെ ഇഷ്ടത്തിന് ആംബിയൻസ് ചെയ്തോളാൻ പറഞ്ഞാൽ ഞങ്ങളൊരു ടൈൽ കമ്പനിയുടെ ഒരു ടൈൽ സെലക്ട് ചെയ്ത ശേഷം വെച്ചിട്ട് നമ്മൾ ലേയിങ് ചെയ്യും. ഇൻക്ലൂഡിങ് പെയിന്റ് ഉൾപ്പെടെ നമ്മൾ അതിൽ നോട്ട് ചെയ്ത് കൊടുക്കും ഏത് കളർ പെയിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പലപ്പോഴും നമ്മളൊരു 3D ചെയ്ത് പോകാന്നേ ഉള്ളൂ. 3D ചെയ്ത ശേഷം കസ്റ്റമർ ഇത് ഏത് കളർ പെയിന്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വാക്കുകളില്ലെങ്കിൽ അവിടെ ഫ്ലോപ്പ് ആയി പോകും. നമ്മളപ്പോൾ ആ പെയിന്റ് ഏത് കമ്പനിയുടെ ഏത് കളർ കോഡ് പെയിന്റ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറ്റണം. ദെൻ ടൈല് ഏത് കമ്പനിയുടെ ടൈലാണെന്ന് പറയാൻ പറ്റണം. അതായത് നാളെ അയാൾക്ക് അതൊന്ന് റീപെയിന്റ് ചെയ്യണമെങ്കിൽ പോലും ഏത് പെയിന്റ് ആണെന്ന് അറിഞ്ഞാൽ ആ കോഡ് സെലക്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. മതി. അത്രയും ഡാറ്റ നമ്മൾക്ക് ഒരു കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ഡ്രോയിങ് അല്ലേ കൊടുക്കുന്നത്? ഡീറ്റെയിൽ ഡ്രോയിങ് ആണ്. നമ്മൾ അതിന്റെ വർക്കുകൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമേ സൈറ്റ് നമ്മൾ മെഷർമെന്റ് എടുക്കും. മെഷർമെന്റ് എടുത്ത ശേഷം അതിനാദ്യം ഒരു CAD ഡ്രോയിങ് വരച്ച ശേഷമാണ് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വിസിറ്റിൽ തന്നെ നമുക്ക് കസ്റ്റമർ നീഡ് എന്താണ് ഇത് കംപ്ലീറ്റ് നമ്മൾ നോട്ട് ചെയ്തിട്ട് വന്ന ശേഷമാണ് ഇവിടെ 3D സ്റ്റാർട്ട് ചെയ്യുക. കസ്റ്റമർ ചിലപ്പോൾ കളർ ചൂസിങ് ഉണ്ടാവും, പെയിന്റ് ഇങ്ങനെ വേണം, ടൈൽ ഇങ്ങനെ വേണം, മാറ്റ് വേണം, ഗ്ലോസി വേണമെന്നുണ്ടാവും.
ഫാൾ സീലിംഗ് മിനിമലായിട്ട് ചെയ്യുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് കളർഫുള്ളായി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നീഡ് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഈ 3D സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതിന് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ സൈറ്റ് വിസിറ്റിന് പോകണം മുന്നേ ഞങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം കസ്റ്റമറുമായിട്ടുള്ള ഗ്രൂപ്പ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കസ്റ്റമർ ഉണ്ടാവും, പാരൻസ് കുട്ടികളുണ്ടാവും, അവർക്ക് സജഷൻ ഉണ്ടാവും. ഇവരെല്ലാവരും ചേർത്തൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെല്ലാ നീഡും മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമ്മളതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്ത് പൂർത്തിയാക്കുന്ന കാര്യം നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു കസ്റ്റമർ, ആ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നമ്മളെ വർക്ക് ചെയ്യണോ എന്നുള്ള അവർ തീരുമാനിക്കുന്നതേ ഉള്ളൂ. അതെ, ആ ഇതിലോട്ട് ആവുന്നതേ ഉള്ളൂ. ചില ആൾക്കാർക്ക് കൺസൾട്ടിങ് മാത്രമായിരിക്കും വേണ്ടുക. അതെ, അങ്ങനെയുള്ള കസ്റ്റമേഴ്സും ഉണ്ടല്ലോ. ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഐ മീൻ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല, കൺസൾട്ടിങ് മാത്രം മതി? ഉണ്ട്. അങ്ങനെ കൺസൾട്ടിങ് തനിയായിട്ട് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അതെന്തൊക്കെയാ അതിനകത്ത് ഉൾപ്പെടുക? അതിലെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പ്ലാൻ വരച്ച ശേഷം ഈ പ്ലാനിൽ നമുക്ക് കറക്റ്റ് ഫർണിച്ചർ ലേയിങ് ചെയ്യണം. അപ്പോൾ ആള് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നമ്മളെ ബന്ധപ്പെടാം. ശരി, ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിനൊരു 5 സൈറ്റ് വിസിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ വാങ്ങിക്കുന്ന ചാർജ് 5 സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്ത ശേഷം ആ വീട് ഫൈനൽ ആവുന്ന വരെയുള്ള കൺസൾട്ടേഷൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു 5 സൈറ്റ് വിസിറ്റ് വരെ നമുക്കിതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ എന്തൊക്കെ തന്നെ നമ്മൾ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ചെയ്താലും സൈറ്റിൽ പോയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടത്തില്ല. അതെ. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ കിട്ടിയ ശേഷം അതിൻ്റെ ഒരു കറക്റ്റ് പ്ലാനിങ് അവർക്ക് കൊടുക്കും. അതായത് ഇപ്പം ഉദാഹരണം വാഷ് ബേസിൻ എവിടെ വരണം, അവിടെ ആ പൈപ്പ് വരുന്ന പോയിന്റ് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം കിച്ചണിൽ അവർക്ക് ഒരു ലൈറ്റ് വേണം. ഈ ലൈറ്റ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം, ഇലക്ട്രിക് നടക്കുമ്പോൾ പ്ലാൻ ചെയ്യണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഞങ്ങൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. വീടെല്ലാം സ്ട്രക്ചർ കഴിഞ്ഞ് പുട്ടിയിട്ട് വൈറ്റ് വാഷിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇന്റീരിയറിനെ കൺസൾട്ട് ചെയ്യുന്നത്. അന്നേരം അവിടെ ചെന്നിട്ട് വാർഡ്രോബിനകത്ത് ഒരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം മുതൽ പണിക്കേണ്ടി വരും. കിച്ചന്റെ കബോർഡിന്റെ അടിയിൽ ഒരു ലൈറ്റ് വേണം, ഇത് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ ഡിഷ് വാഷർ വേണമെങ്കിൽ അതിന് ഇലക്ട്രിക് പോയിന്റ് കൊണ്ടുവരണം, പ്ലംബിംഗ് കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് ഇതിൽ കൊടുക്കണം. പിന്നെ ഇവർക്കൊരു റീവർക്ക് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ ആ വീട്ടിനകത്ത് വരരുത്. ഇതിൻ്റെ എല്ലാം പ്രശ്നം ഒരു വീട് വെക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമാണ്. അതിൽ ടെൻഷൻ അടിച്ച് പൊളിക്കുക എന്ന് പറയുന്നത് ഒരു കസ്റ്റമറിനും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. 2, ഇവർ ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം കസ്റ്റമർ. അപ്പം ഇതെല്ലാ കാര്യത്തിനും ഈ ജോലി അന്ന് ലീവ് എടുത്തിട്ട് വേണം ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരിക്കലും ഐഫായിട്ട് ബന്ധപ്പെട്ടാൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരത്തില്ല. സെക്കൻഡ് തിങ്, എല്ലാവരും മിക്കവാറും പുറത്തായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ മിക്ക കസ്റ്റമറും ദുബായിലും അവിടെയുള്ള പുറത്തുള്ള കസ്റ്റമറാണ്. ഇവർക്കൊരിക്കലും ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ വന്നാൽ മാത്രം മതി. കാരണം അതിൻ്റെ ഇടയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഞങ്ങളവിടെ ആർക്കിടെക്റ്റും പ്ലംബറും ഇലക്ട്രീഷ്യനും ആയിട്ടുള്ള ടൈൽ പണിക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെല്ലാം ഞങ്ങൾ ഈ കൺസൾട്ടിങ്ങിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ചെയ്ത് വെക്കും. അവർക്ക് ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഫസ്റ്റ് ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്, പൂർണ്ണമായിട്ടുള്ള സാധനങ്ങൾ. ഇത് പറയാൻ കാര്യം, ഒന്ന്, നമ്മളിപ്പോൾ വീട് വെക്കുന്ന എല്ലാവരും ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ സമീപിച്ചായിരിക്കത്തില്ല ചെയ്യില്ല. അപ്പോൾ അവർ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി. ഒരു ഇൻറ്റീരിയർ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന തൊട്ട് മുന്നേ എന്നെ ഈ പറഞ്ഞ പോലെ മലപ്പുറത്തുനിന്ന് ഒരു ചേട്ടൻ വിളിച്ച് സംസാരിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ടാണ് എപ്പോഴും കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി അതല്ല, കൺസൾട്ടൻസി നിങ്ങൾക്ക് വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഇന്റീരിയർ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാം. അത് നമ്മൾ ഇതെല്ലാം കൺസൾട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ ചാർജ് മേടിച്ച് 3D 2D എല്ലാം ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊട്ടേഷനിലേക്ക് പോകുള്ളൂ. അതെ, കൊട്ടേഷൻ കൊടുത്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആരെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരിക്കലും നമ്മൾ ഐഫ കൊടുക്കുന്നത് നല്ലൊരു സർവീസ് കൊടുക്കുക എന്ന് മാത്രമാണ്. അതല്ലാതെ പിന്നെ റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതല്ല, നല്ല സർവീസ് കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പം മേ ബി അത് കുറച്ച് ചെയ്യാൻ ചിലപ്പോൾ മേ ബി ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ 3D വെച്ച് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും ഐഫ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഐഫ ആയിട്ടുള്ള റിലേഷനോ ഒന്നും ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ചോദിക്കുന്നത് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ എവിടെയൊക്കെ അതോ കേരളത്തിന് പുറത്തോ എങ്ങനെയാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ? മറ്റേ ഫർണിച്ചറിന്റെ കേസിൽ എനിക്ക് അറിയാം, അത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്റീരിയർ എങ്ങനെയാണോ? ഇപ്പം ഇന്റീരിയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒക്കെല്ലാണ് ആദ്യം ഡിസ്പ്ലേ സെന്റർ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഐഫന്റെ മോട്ടോ നിങ്ങൾക്ക് അറിയായിരിക്കും, 100 ഷോറൂമാണ് കേരളത്തിൽ വരാൻ പോണത്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 100 ഷോറൂമിനകത്തും ഓരോ ഇന്റീരിയർ ടീം ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീം ഉണ്ടാവും. ഇപ്പം സ്റ്റിൽ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് എൻക്വയറി വന്നാലും നമ്മൾ എറണാകുളത്ത് നിന്നാണ് പോയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലായിടത്തും നിലവിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കസ്റ്റമർ ആക്സസിബിലിറ്റി കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഇനി ഒരു ഇന്റീരിയർ ഡിവിഷൻ ഉണ്ടാവും, ഒരു ഇന്റീരിയർ ടീം ഉണ്ടാവും അവിടെ. ഒരിക്കലും നമുക്കൊരു എറണാകുളത്ത് ഇപ്പോൾ ഒരു വിത്തിൻ അവറിൽ തന്നെ നമ്മൾ കസ്റ്റമർ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഇനി ഒരു ഇന്റീരിയറിന്റെ വിങ് ഉണ്ടാവും. പ്രൊഡക്ഷൻ അതാത് കമ്പനികളിൽ തന്നെ നടന്നു പോകും. അപ്പോൾ എല്ലാ ഷോറൂമിനും ഇനി ഒരു ഇന്റീരിയറിന്റെ ടീം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു
എന്താ പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടുന്ന് വിളിച്ചാലും ഒരുപക്ഷെ നാളെ ഒരു അവസരത്തിൽ കേരളത്തിന് പുറത്തേക്ക് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റുകൾ വ്യാപിപ്പിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതെ തീർച്ചയായിട്ടും എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് നമ്മൾ. അതായത് ഒരു കസ്റ്റമർക്ക് അയാളുടെ വീട്ടിലേക്കുള്ള എന്താ ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള ഔട്ട് ആൻഡ് ഔട്ട് പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് വീട്ടിൽ കൊടുക്കുന്ന ഒരു ഫാം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം നമ്മൾ നിലകൊള്ളുന്നത്. അതെ ഐഫ് അങ്ങനെയാണ് വരുന്നത്. ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഇനിയിപ്പോൾ ഇത് നേരിട്ട് നിങ്ങളുടെ പ്രൊഡക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഒക്കലാണ്. നേരെ നമ്മുടെ ഐഫ ഷോറൂം ഫർണിച്ചർ ഷോറൂമിന് ഓപ്പോസിറ്റ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന് കാണാവുന്നതുമാണ് അല്ലേ? അതെ ഇവിടെ വന്നാൽ വിസിറ്റ് ചെയ്യാം. സോഫ മാനുഫാക്ചറിംഗ് ഉണ്ട്, എല്ലാം കണ്ടുപോവാം. അതല്ലാതെ തന്നെ റീറ്റെയിൽ ആണെങ്കിലും നമുക്ക് ലൂസ് ഫർണിച്ചർ ആണെങ്കിലും ഇവിടെ ഉണ്ട്, എല്ലാം നമുക്ക് കണ്ട് പർച്ചേസ് ചെയ്യാം. അതെ കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഓൾറെഡി റെഡിമെയ്ഡ് ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് പോവുകയും ചെയ്യാം. യെസ്, ബാക്കി എല്ലാം പറഞ്ഞ പോലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, നേരിട്ട് വിളിച്ചു. താങ്ക് യു. വീണ്ടും കാണാം. തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചത് ഇവരുടെ ഫസ്റ്റ് ആ ഒരു സംഗതി മാത്രമാണ്. ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ അടുത്ത നമ്മുടെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് വഴിയെ തീർച്ചയായിട്ടും ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും, പുതിയ ഡിസൈൻസും അല്ലേ? ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. എപ്പോഴും പറയുന്ന സർവീസാണ് ഈ ഫർണിച്ചർ ചെയ്യുന്ന സമയത്ത് ഞാൻ പലവട്ടം എടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഒരു ഫർണിച്ചർ യൂണിറ്റ് അല്ലെ ഫർണിച്ചർ യൂണിറ്റ് അല്ലെ എന്തും ആയിക്കോട്ടെ, നമ്മളൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തലവേദന വീഡിയോ ചെയ്യുന്ന ആൾക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സർവീസ് കിട്ടും. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ.